നമ്മുടെ നാടുകളിൽ ഈ അടുത്ത സമയത്തായി നിരന്തരമായി പത്രമാധ്യമങ്ങളിലൂടെ വിവിധ പ്രായങ്ങളിലുള്ള ആളുകൾ ആത്മഹത്യകൾ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ വർഷത്തെയും ആത്മഹത്യാ നിരക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വിവിധ പ്രായങ്ങളിലുള്ള മനുഷ്യർ ആത്മഹത്യ നടത്തിയതിൻ്റെ കണക്കുകൾ എടുത്താൽ ശരിക്കും നമ്മെ അമ്പരപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, എന്തുകൊണ്ടാണിത് നടക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചോദ്യമിട്ടു തരുന്ന തരത്തിലാണ് അവയൊക്കെയും ഉള്ളത്. അതിൽ തന്നെ ഈ അടുത്ത കാലത്തായി വളരെ ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ പിതാക്കന്മാരുണ്ട്, വല്യുപ്പമാരുണ്ട്. വളരെ ശരിയായി ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ജുമുഅ സംഭാഷണമാണ് ഇന്നത്തേത്. കഴിഞ്ഞ 3 കൊല്ലത്തിന്റെ ഇടയിൽ 2020-നും 2024-നും ഇടയിലുള്ള ഔദ്യോഗിക കണക്കുകൾ നമ്മുടെ രാജ്യത്ത് 30,000 കൗമാരപ്രായത്തിലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. 30,000 ആളുകൾ, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കാം? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പഠന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ അവരൊക്കെയും എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ഫൈനൽ എക്സിറ്റ് തിരഞ്ഞെടുത്തത്? നമ്മുടെ അടുത്തു കിടന്നുറങ്ങുന്ന കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള പലരും അവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യ ചെയ്തതിന്റെ അമ്പരപ്പിക്കുന്ന കണക്കുകൾ നമ്മളോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടായിരിക്കും ഈ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക? കൗമാരപ്രായക്കാരായ 19 വയസ്സിന്റെയും 20, 22, 23 പ്രായത്തിനിടയിലുള്ള നിരവധി ആളുകൾ ഈ തൊട്ടടുത്ത സമയങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെയോ ദൂരെയാണ് എന്ന് നമുക്കാർക്കും തോന്നിപ്പോകരുത്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ അടുത്ത്, നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറവായിരുന്നു. കാരണം നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുകതി ഫഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന, അള്ളാഹു നൽകിയ ജീവിതത്തെ അവസാനിപ്പിച്ചു കളയാൻ ആർക്കും പരിശുദ്ധമായ ഇസ്ലാം അവകാശം നൽകിയിട്ടില്ല. ഈ ജീവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഈ ജീവിതം അള്ളാഹു എനിക്ക് നൽകിയതാണ്. അള്ളാഹു എന്നോട് അനുമതി ചോദിച്ചിട്ടല്ല ഈ ജീവനും ജീവിതവും എനിക്ക് നൽകിയിട്ടുള്ളത്. ആ ജീവിതം എനിക്ക് മുന്നിലുള്ളത് വലിയൊരു അവസരത്തെ തുറന്നിട്ടു തരുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള, സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാകാനുള്ള, ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നടയാളപ്പെടുത്തുവാനുള്ള വലിയൊരവസരം നമുക്ക് നൽകിക്കൊണ്ടാണ് ഓരോ ജീവനും ഈ ഭൂമി ലോകത്തുള്ളത്. ആ ജീവനെ അവസാനിപ്പിക്കുക എന്നുള്ളത് കൊടും പാതകമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തമായി എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും അതിനെല്ലാം അപ്പുറത്ത് അള്ളാഹു ആകുന്ന സൃഷ്ടാവുണ്ട് എന്ന വലിയ ചിന്തയോടെ അള്ളാഹുവിൽ മുറുകെ പിടിച്ചു ജീവിക്കാൻ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുന്തും മുഅ്മിനീൻ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യകളുടെ നിരക്ക് കുറവായിരുന്നുവെങ്കിൽ ഇന്ന് അത് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? അവിടെയാണ് 2 ഉത്തരങ്ങൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക. ഒന്ന്, എല്ലാ ആത്മഹത്യകളുടേതും പല കാരണങ്ങൾക്കാണ് പല മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്. ജോലിയില്ലാത്തയാൾ ജോലിയില്ലാത്തതിന്റെ വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ജോലിയുള്ളയാൾ ഉള്ള ജോലിയിലുള്ള മെന്റൽ സ്ട്രെസ്സുകൾ താങ്ങാൻ കഴിയാതെ, മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. നല്ല നിലവാരമുള്ള ജോലിയുണ്ട്, പക്ഷേ മാനസികമായ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നു. കുടുംബമുള്ളയാൾ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീകളെക്കാൾ കൂടിയ നിരക്ക് പുരുഷന്മാരുടെ ആത്മഹത്യയാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബമില്ലാത്തയാൾ എനിക്കൊരു കുടുംബമായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് കല്യാണം കഴിയാത്തത് കൊണ്ടാണ്. കല്യാണം കുറെ അന്വേഷിച്ചിട്ടും കല്യാണം നടക്കുന്നില്ല, അപ്പൊ ആത്മഹത്യ ചെയ്തു.
അപ്പൊ ഒരാൾ ചോദിച്ചു, കഴിച്ച ആരോടെങ്കിലും ചോദിച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നോ? കഴിച്ച ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നോ? കല്യാണം കഴിക്കാന്നുള്ളത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിയാത്തവൻ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് പക്ഷേ ചെറിയ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യുക? വലിയ ആളുകളിൽ വ്യത്യസ്തങ്ങളായ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങളുടെ എല്ലാം ഏത് വിഷയമാണെങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം മാനസികമായ സമാധാനത്തിന്റെ നഷ്ടമാണ്. ഏത് വിഷയമാവട്ടെ, ജോലിയാവട്ടെ, അല്ലാത്തതാകട്ടെ, കല്യാണമാകട്ടെ, കുടുംബമാകട്ടെ, ബിസിനസ്സുകളാകട്ടെ, കടങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, എല്ലാത്തിന്റെയും അടിസ്ഥാനം വന്നു ചേരുന്നത് മാനസികമായ പ്രശ്നങ്ങളിലാണ്. മാനസികമായ സമാധാനം നഷ്ടപ്പെടുന്നു. അവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന് പങ്കുവെക്കാനുള്ളത്. മാനസികമായ സമാധാനം നമുക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഓർമ്മയാണ്, റബ്ബിന്റെ സ്മരണയിലാണ് മനസ്സിന്റെ സമാധാനമുള്ളത്. അല്ലാഹുവിന്റെ സ്മരണകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്. രണ്ടാമത്, നമ്മുടെ കുട്ടികളിൽ പലരും പ്രയാസങ്ങൾ അറിയാതെ വളരുകയാണ്. അവർ വിചാരിക്കുന്ന ലോകം, അവർ കാണുന്ന ലോകം, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് അവർ ചുറ്റുപാടും കാണുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സുഖത്തിന് കോട്ടം വരുന്നു എന്ന് തോന്നിയാൽ മരിച്ചു പോകാൻ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. മക്കളെ പ്രയാസമറിയാതെ മാതാപിതാക്കൾ വളർത്തുന്നു. അവർ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സുഖങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാത്തിലും അതിലേതെങ്കിലും ഒരു സുഖം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാ നിലയിലും ആലോചിച്ചു നോക്കൂ. പ്രയാസങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഗസയിലായിരുന്നല്ലോ. ഗസയിലെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ആത്മഹത്യ ചെയ്തതായി നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഗസയിലെ പാവങ്ങളായ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പട്ടിണി കാരണം 15 കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് ഗസയിൽ. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. നാമൊക്കെ നമ്മുടെ വീടുകളിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ടുറങ്ങുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെട്ട് എല്ലൊട്ടി ശരീരത്തിന്റെ നല്ല മാർദ്ദവമുള്ള ഭാഗങ്ങളിലൊക്കെ എല്ലുന്തി നിൽക്കുന്ന തരത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് നിലവിൽ ഗസ കടന്നു പോകുന്നത്. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണം റഹ്മാൻ. പേടിയുണ്ട്, നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിലെ പാവങ്ങളായ കുഞ്ഞുമക്കൾ, ആ കുഞ്ഞുമക്കൾ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നേരത്ത് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച നമ്മൾ അതിന് നന്ദി ചെയ്യാതെ പോയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. ഈ പ്രയാസങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഫലസ്തീനി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് കേൾക്കുന്നില്ല? ലോകത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഇടങ്ങളിൽ നിന്നല്ല, സുഖങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ആത്മഹത്യകളെ കുറിച്ച് കേൾക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. അവർ ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയാതെ, അതിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്നറിയാതെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ, ഉള്ളത് വാങ്ങിവെച്ചതിന്റെ പേരിൽ, 2 വീലറുകൾ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ അവര് കാണുന്ന റീലുകളിലെ ജീവിതം എന്ന് പറയുന്നത് ഈ അടിച്ചുപൊളികളുടെ ലോകമാണ്. എന്നെ കേൾക്കുന്ന ഓരോ പിതാവും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നു. ഇന്റർനെറ്റുകളിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ ആപ്പുകളും അവരിൽ സൂയിസൈഡ് ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊരു മുസ്ലിയാർ വെറുതെ പള്ളിയിലെ പ്രസംഗത്തിൽ പറയുകയല്ല. നമ്മുടെ നാടുകളിൽ നടക്കുന്ന പഠനങ്ങൾ അത് തെളിയിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീക്കി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പലതും അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കുറച്ചു കാലം മുമ്പല്ലേ നമ്മൾ വായിച്ചത്, പല ഗെയിമുകളും നമ്മുടെ കുട്ടികളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നീക്കുന്ന കാഴ്ചകൾ, അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അവരുടെ ഹൃദയത്തിൽ വിഷാദം സൃഷ്ടിക്കുന്നുണ്ട്, ഡിപ്രഷനിലേക്ക് അവരെ തള്ളിവിടുന്നുണ്ട്. അതിലൂടെ അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നതിൽ സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് വലിയ സ്ഥാനമുണ്ട്.
അടുത്തുകിടക്കുന്ന 8ാം ക്ലാസ്സുകാരനായ മകൻ, 5ാം ക്ലാസ്സുകാരിയും 6ാം ക്ലാസ്സുകാരിയുമായ മകൾ, പ്രിയപ്പെട്ട പിതാവേ, അവൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. വാപ്പമാരതറിയാതെ പോകരുത്. തന്റെ അടുത്തു കിടക്കുന്ന പ്രിയപ്പെട്ട 10 വയസ്സുകാരനായ മകൻ ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നുണ്ട്. ഗൗരവമായി വാപ്പമാരുമ്മമാര് മനസ്സിലാക്കാൻ പറയാൻ. അവരുടെ ഹൃദയങ്ങളിലേക്ക് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്റർനെറ്റിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഓരോ ദിവസവും എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എന്ന് തിരയുന്നുണ്ട്. നമ്മളൊക്കെ വാപ്പമാരാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് വലിയ ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അറിയാൻ പറയുകയാണ്, മനസ്സിലാക്കാൻ പറയുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെ, അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഇത്തരം വിചാരങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് കൈവിട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സോഷ്യൽ മീഡിയ ഇടപാടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട പ്രവാസികളായ ആളുകളുടെ ആത്മഹത്യകളെ കുറിച്ചും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, ചതികൾ, വഞ്ചനകൾ. ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം ഇതിന്റെ എല്ലാം കവാടങ്ങളെ കൊട്ടിയടച്ച മതമല്ലേ? ഈ കാണുന്ന ഏതെല്ലാം തരത്തിലുള്ള വഞ്ചനകളുണ്ടോ, സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്ന വഴികളുണ്ടോ, അതിന്റെ വഴികളെല്ലാം ഇസ്ലാം കൊട്ടിയടച്ചു. ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് ആത്മവിശ്വാസത്തോടുകൂടി നിലനിൽക്കാനാണ്. ആത്മവിശ്വാസത്തോടുകൂടി നിലനിൽക്കുക, ഓരോ ദിവസവും അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുക. ഇപ്പൊ മുഹറം കഴിഞ്ഞ് സഫർ മാസം വരുന്നുണ്ട്. ചില ആളുകൾ പറയും സഫർ മാസം അത്ര നല്ല മാസമല്ല, സഫർ മാസം അത്ര നല്ല മാസമല്ല. ചിലർ പറയും പണിക്കൊന്നും. പണ്ട് ജാഹിലിയ കാലത്ത് ഖുറൈശികളായ ആളുകൾ പറയും മുഹറം നല്ല മാസമായിരുന്നു, സഫർ അത്ര പോരാ, അതുകൊണ്ട് പണിക്കൊന്നും പോവില്ല, പുറത്തിറങ്ങിയാൽ എന്തോ അപകടം പറ്റും എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു ജാഹിലിയത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം അതിനെയൊക്കെ പൊളിച്ചു കളഞ്ഞു. സഫറിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സഫറിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. സഫറിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. സഫറിലാണ് ഖൈബറിലേക്ക് യുദ്ധത്തിന് പോയിട്ട് അവിടേക്ക് വന്ന ശത്രുക്കളെ ഇസ്ലാം പ്രതിരോധിച്ചതും വിജയിച്ചതും. സഫറിലാണ് റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പടയിറങ്ങിയത്. സഫർ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ നഹ്സാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ടില്ല. ചില ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ്, ബറക്കത്തുള്ള ദിവസമാണ്. ചില കാര്യങ്ങൾക്ക് ചില ദിവസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിക്കാഹിന് നല്ല മാസം ശവ്വാലാണ്, അതിൽ തന്നെ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് സുന്നത്താണ്. ഇതൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അപ്പൊ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഒരു മാസം മുഴുവനും കൊള്ളാത്തൊരു മാസം, അങ്ങനെ ഒരു ചിന്ത ഇസ്ലാമിലില്ല. മറിച്ച് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കാനുള്ള പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ജാഹിലിയ കാലത്തെ ഖുറൈശികൾ അങ്ങനെയായിരുന്നു. അവര് 3 അമ്പുകൾ കയ്യിലെടുക്കും. എന്നിട്ട് ആ അമ്പുകൾ എയ്ത് അതിലൂടെ ഭാഗ്യപരീക്ഷണം നടത്തി നോക്കും. ചില പക്ഷികളെ കയ്യിലെടുത്ത് പറത്തി വിട്ടു നോക്കും. അത് വലത്തോട്ട് പറന്നാൽ ഈ പോകുന്ന കാര്യം നടക്കും, ഇടത്തോട്ട് പറന്നാൽ നടക്കൂല, തിരിച്ച് വീട്ടിലേക്ക് കയറിയിരിക്കും. നമ്മൾ ചില ആളുകൾ പറയാറില്ലേ, പോകുന്ന സമയത്ത് പൂച്ച വട്ടം ചാടിയാല് പിന്നെ അന്നൊരു റാഹത്ത് ഉണ്ടാവൂല. പൂച്ചയ്ക്ക് നമ്മളെക്കാൾ മുമ്പേ എവിടെ പോകാനുള്ളത് കൊണ്ടാണ്, അല്ലാതെ ആ പൂച്ച വട്ടം ചാടിയത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. ചില ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പേടിക്കുന്നവരില്ലേ? അങ്ങനല്ല. ഒരു മനുഷ്യന്റെ പേരിലും ആകാശത്ത് ഗ്രഹങ്ങളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന രക്ഷിതാവിൽ സദാ ഉറപ്പിക്കുക. ചില ആളുകൾ എന്നെ ഫോണിൽ ചോദിച്ചിട്ടുണ്ട്, ഈ സഫർ മാസത്തിൽ കല്യാണം നടത്താവുന്ന. അവർക്കുള്ള മറുപടിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ നിക്കാഹ് നടത്തി കൊടുത്തു എന്ന് ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു മാസം മുഴുവനും പ്രശ്നമുള്ള അങ്ങനെ ഒരു മാസം ഇല്ല. അപ്പൊ ആത്മവിശ്വാസത്തിന്റെ ജീവിതമാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു നൽകുന്നത്. ആ ആത്മവിശ്വാസം മുറുകെ പിടിക്കുക. നമ്മുടെ മക്കൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്? നമ്മുടെ മക്കൾക്ക് മോട്ടിവേഷനുകൾക്കപ്പുറം പഠിപ്പിക്കാനൊരു പാഠമുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അള്ളാഹുവിന്റെ ഓർമ്മയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുള്ളത്. ആ ഓർമ്മയുള്ള മുസ്ലിം വീടുകൾ ഇന്ന് ഇല്ലാതെയാവുകയാണ്. അവിടെയാണ് ആത്മഹത്യയുടെ പെരുപ്പം നമ്മൾ വായിക്കേണ്ടത്. രാത്രിയിൽ ദിക്റ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന വീടുകളില്ലാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലുന്ന വീടുകളില്ലാതെയായി. മക്കളെ പിടിച്ചിരുത്തിയിട്ടൊരു 10 ദിക്റ് ചൊല്ലാൻ പറയാൻ പറ്റുന്ന മാതാപിതാക്കളില്ലാതെയായി. മുസ്ലിം ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സമാധാനത്തിന് പഠിപ്പിച്ച വചനങ്ങളൊന്നുമില്ലാതെയായി. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പതിവ് നഷ്ടപ്പെട്ടുപോയി. പരിശുദ്ധ ഖുർആൻ ഇന്നലെ പാരായണം ചെയ്ത മക്കൾ എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന വാപ്പമാരെത്രയുണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും പടച്ചവനെ ഇന്നലെ എന്റെ മോൻ ഖുർആൻ ഓതിയോ എന്ന് സംശയം ഉണ്ടാവും. എന്റെ വീട്ടിൽ ഇന്നലെ യാസീൻ ഓതിയോ എന്ന് സംശയം ഉണ്ടാവും. നമ്മുടെ മുൻഗാമികൾ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചവരല്ലേ, പട്ടിണികൾ അനുഭവിച്ചവരല്ലേ. എന്നിട്ട് അവരെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല? അവരുടെ ഖൽബിൽ സമാധാനം ഉണ്ടായിരുന്നു. ആ സമാധാനം നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുവിന്റെ സ്മരണ നഷ്ടപ്പെട്ടപ്പോഴാണ്. നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നമ്മൾ വളർത്തിയെടുക്കൂ. അവരെ കൊണ്ട് ഒരു കുറഞ്ഞതൊരു 10 സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കൂ. ഈമാൻ കെട്ട മരണങ്ങൾ അവരിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളമായി അവരെ കൊണ്ട് തഹ്ലീലുകൾ ചൊല്ലിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാവല് കൊണ്ട് മരിക്കുന്ന നേരത്തും അങ്ങനെ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകും. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പാഠം, ഒരുപാട് മോട്ടിവേഷനുകൾ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ലോകത്ത് പഠിപ്പിക്കാനുള്ള പാഠമേതാണ്? എല്ലാവരും കൈവിട്ട നേരത്ത് അഗ്നികുണ്ടാരത്തിന്റെ നടുത്തളത്തില് ലോകത്താരുമാരും സഹായിക്കാനില്ലാത്ത നേരത്തു നിന്ന നേതാവ് സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആരുമാരും സഹായിക്കാനില്ലാത്ത നേരത്ത് അല്ലാഹുവിൽ അചഞ്ചലമായി അടിയുറച്ചു നിന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്ന ഖുർആൻ, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചൊരു സമൂഹത്തെയും കൊണ്ട് നടന്ന സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അലറി വിളിക്കുന്ന കടലിനോടും അധികാരിയായ ഫറോവയോടും അതിജയിച്ചു വന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചെറുപ്പകാലത്ത് ഉപ്പയിൽ നിന്നടർത്തിയെടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞ് അവിടെ നിന്നെടുത്ത് അടിമക്കമ്പോളത്തിൽ വിറ്റുകളഞ്ഞ് അവിടെ നിന്ന് ജയിലിലടയ്ക്കപ്പെട്ട് അവിടെ നിന്ന് അവസാനം അധികാരത്തിന്റെ മേലേറിയ നേതാവ് സയ്യിദുനാ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം, മഹാനരായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം കൊല്ലാനോടിച്ചു കയറ്റിയ ഗുഹയിൽ നിന്ന് അള്ളാഹു അപാരമായ അനുഗ്രഹങ്ങളോടെ ആകാശത്തുയർത്തിയ നേതാവ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, കരഞ്ഞുകൊണ്ട് മക്കയോട് യാത്ര പറഞ്ഞ നേതാവ്, തന്റെ പ്രിയപ്പെട്ട നാടിനോട് വിട പറഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോ ആരും എതിർക്കാനില്ലാതെ മക്കയിലേക്ക് തിരിച്ചു വന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ഇവരുടെ ചരിത്രമല്ലാതെ നമ്മുടെ മക്കളുടെ ഖൽബുകളിൽ ഈമാൻ ഉറപ്പിക്കുന്ന മറ്റേത് ചരിത്രമാണുള്ളത്? ഇതല്ലാതെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് പ്രമേയമാണുള്ളത്? ഏത് പ്രതിസന്ധിയിലും ആടാതെ ഉലയാതെ നിൽക്കാൻ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. ആ ഖുർആനിന്റെ വാഹകരായി പാരായണം ചെയ്യുന്നവരായി നമ്മളുടെ മക്കളെ മാറ്റിയെടുക്കൂ രക്ഷിതാക്കളെ. ദുനിയാവിന്റെ ഒരു മോട്ടിവേഷനും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഒരു സമ്പത്ത് കൊണ്ടും ദുനിയാവിന്റെ ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ടും നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കാലത്തല്ല നമ്മൾ ഉള്ളത്. നമ്മുടെ മക്കളുടെ ഖൽബുകളിൽ ഈ മഹാന്മാരായ പ്രവാചകന്മാരെയും അവയെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിനെയും ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കണം. മുൻഗാമികളുടെ ജീവിതം അവരുടെ ഖൽബിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കണം. അത് പഠിക്കാനും അറിയാനുമുള്ള അവസരം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു കാറ്റിലും ഉലയാതെ നിൽക്കാൻ അതൊക്കെയും അവരെ പഠിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെയും നന്നാക്കി തരുമാറാകട്ടെ.
നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ആത്മഹത്യ പോലെയുള്ള ദുർമരണങ്ങളിലേക്കൊന്നും എത്തിക്കാതെ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ഏതാണെങ്കിലും ഈമാനോടെ തെളിഞ്ഞ കൽബോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയതയാണ് അവരുടെ വിജയം. ഈ സമുദായം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടില്ലേ, കേരളത്തിൽ അറിയപ്പെട്ട ഒരു സാമുദായിക നേതാവ് മുസ്ലിം സമൂഹത്തിന്റെ മേൽ കുതിര കയറുകയാണ്. എന്തൊക്കെയോ അനർഹമായത് പലതും മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്തു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്. എന്നാൽ കേരളത്തിലെ കണക്കുകൾ പ്രകാരം സർക്കാർ സർവീസുകളിൽ ഉണ്ടാകേണ്ടതിന്റെ 10% കുറവാണ് മുസ്ലിമീങ്ങളുള്ളത്. 13% ആളുകളെ ഉള്ളൂ. ഇവിടുത്തെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ 26% മുസ്ലിമീങ്ങളുണ്ട്. ഇനിയൊരു 10% ആളും കൂടി സർവീസുകളിൽ എത്തിയാൽ മാത്രമേ ആ കണക്ക് ടാലിയാവൂ. അപ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് അനർഹമായ എന്തൊക്കെയോ ഇവിടെ നേടിയെടുക്കുന്നുണ്ട്. അവർക്കധികം മക്കളുണ്ട്, അവർക്ക് സൗഭാഗ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ ഇടയിൽ സ്പർദ്ധ സൃഷ്ടിക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോടൊക്കെയും പറയാനുള്ളത്, കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാനായ മനുഷ്യരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. സത്യത്തിലൂന്നിയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഇന്ന് ആ ശ്രീനാരായണ ഗുരു കേരളത്തിന് പഠിപ്പിച്ച, ലോകത്തിന് പഠിപ്പിച്ച തത്വങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് വെള്ളാപ്പള്ളി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് നന്മയാണോ മനുഷ്യനെ ഈ ദുനിയാവിൽ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ ലോകത്തിന് പഠിപ്പിച്ചത്, അതിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അയാൾ. വർഗീയത, സോദരത്തേന വാഴുന്ന ദേശമാണ് കേരളം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതൊക്കെയും ആ മൂല്യങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടൊരു സമുദായത്തിന്റെ മേലെ കുതിര കയറുക, ഒരു സമുദായത്തെ ജനങ്ങളുടെ മുമ്പിൽ അടച്ചാക്ഷേപിക്കുക, ആ സമുദായത്തിന്റെ ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനർഹമായത് പലതും കയ്യേറിയെന്ന് പറയാം. ആലോചിച്ചു നോക്കൂ, കേരളത്തിൽ എത്ര മുസ്ലിം സംഘടനകളും നേതാക്കളുണ്ട്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തെ ആവശ്യമില്ലാതെ ഏതെങ്കിലും ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കാറുണ്ടോ? എത്ര നേതാക്കളുണ്ട്, എത്രയോ സാമൂഹിക സംഘടനകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ക്ഷമ, മുസ്ലിം സമൂഹം കാണിക്കുന്ന അവധാനത, ഈ സാമൂഹിക അന്തരീക്ഷം അത് മലീമസമാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ കാണിക്കുന്ന ഈ സഹിഷ്ണുത, അതൊരു ദൗർബല്യമായി ഒരു സാമുദായിക നേതാവും കാണരുത്. അനർഹമായി ഏത് സമുദായത്തിൽ നിന്നാണ്? ധൈര്യമുള്ളവർ കണക്ക് നിരത്തിയിട്ട് പറയൂ, കേരളത്തിലെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിന്ന് അർഹമായത് മുസ്ലിങ്ങൾ കൈയിട്ട് വാരുകയോ കൈയേറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവർക്ക് അർഹതപ്പെട്ടതൊന്നും വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സമുദായത്തിനും അർഹതപ്പെട്ടത് മുസ്ലിങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് അർഹതപ്പെട്ടത് ഇനിയൊരു 10% ബാക്കി കിടപ്പുണ്ട്, അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ നിരന്തരമായി വർഗീയത പറയുന്ന ഇത്തരം ആളുകളെ ഒന്നുകിൽ മതിയായ ചികിത്സ കൊടുക്കുകയോ, അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിന് അയക്കുകയോ, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമൂഹം നമ്മുടെ ആത്മീയതയിലൂന്നി വീണ്ടും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നമ്മൾ അതിനെ മറ്റൊരു ഭാഗത്തു കൂടി എടുക്കണം. കണക്കുകൾ വെച്ച് നിരത്തി നോക്കൂ. 5 ലക്ഷത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ 1.25 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആളുകൾ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ളവരാണ്. മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ചെറുപ്പക്കാരത് മനസ്സിലാക്കണം. അത്തരം സർവീസുകളിലേക്ക് വരാൻ താല്പര്യപ്പെടണം, കൂടുതൽ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. സമൂഹത്തിൽ ഇത്തരം വർഗീയത പരത്തുന്ന ആളുകൾ, അള്ളാഹു അവരെ തൊട്ട് സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.